വയനാട് നൂൽപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വയനാട് കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കുന്നുണ്ട്. ഇന്നലെ പെയ്ത കനത്ത മഴയിലാണ് നൂൽപ്പുഴ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലും പാടശേഖരങ്ങളിലുമൊക്കെ വെള്ളം കയറിയത്. ഞാൻ കണ്ടോണ്ടിരിക്കണേ, ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു. അവരെ അപ്പോൾ എടാ അത് കയറെടുത്തിട്ട് വലിക്കടാ. അവരെ അപ്പോൾ തന്നെ ഞാൻ കണ്ടോണ്ടിരിക്കണേ, ഞാൻ വയനാട് നൂൽപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ പെയ്ത മഴയിലാണ് പാടശേഖരങ്ങളിലും താഴ്ന്നപ്രദേശങ്ങളിലും ആകെ വെള്ളം കയറിയിരിക്കുന്നത്. തുരുത്തുകൾ പോലെയുള്ള ചിലയിടങ്ങളിൽ വീടുകൾ ഒറ്റപ്പെട്ട നിലയിൽ തുടരുകയാണ്. എം കമൽ വിവരങ്ങൾ നൽകും അവിടെ നിന്ന്. കമൽ, റോഡുകൾ പോലും കാണാൻ കഴിയുന്നില്ല. ആളുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ? വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ? വയനാട്ടിൽ കനത്ത മഴയിൽ പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ വെള്ളം കയറിയ ഒരു പ്രദേശമാണിത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിനടുത്ത് നിന്ന് മന്മഥം മൂലയിലേക്ക് പോകുന്ന റോഡിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. കല്ലൂർ പുഴ കരകവിഞ്ഞാണ് ഇത്തരത്തിൽ റോഡിലടക്കം വെള്ളം കയറിയിരിക്കുന്നത്. സമീപത്തുള്ളത് നെൽപ്പാടമാണ്. അവിടെയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ ഭാഗത്തെ ഒരു കോളനിയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. മുത്തങ്ങ പുഴങ്കുനി കോളനിയിലെ ആളുകളെയാണ് രാത്രി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്, സമീപത്തെ അംഗനവാടിയിലേക്ക് മാറ്റിയത്. ഈ പഞ്ചായത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തുറന്നിട്ടുണ്ട്. വയനാട്ടിൽ ഇവിടെ മാത്രമാണ് അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. ഇത് മുത്തങ്ങ വന്യജീവി സങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായി വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അതിൻ്റെ സൈഡിലുള്ള കൃഷിയിടങ്ങളാണ്. നല്ല നെൽകൃഷി നടക്കുന്ന പ്രദേശമാണ്. ആ വയലിലാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നത്. രാവിലെ ഇതുവഴി ഇവിടെ നിന്ന് പുറത്തേക്ക് പ്രധാന പാതയിലേക്ക് വരണമെങ്കിൽ ഈ റോഡ് വഴി തന്നെ വരണം. അങ്ങനെ വരാൻ ആളുകൾ നല്ലോണം ബുദ്ധിമുട്ടിയിരുന്നു. രാവിലെ പോയ തന്നെ ഇത്ര വെള്ളത്താ പോയ തന്നെ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തോളം തുടങ്ങിയല്ല, കുറേ വർഷങ്ങളായി. ഇതിന് മുന്നിൽ ഉദ്യോഗസ്ഥന്മാരും പിന്നെ നേതാക്കന്മാർ പഠനം മടുത്തു. ഒരുപാട് കുടുംബങ്ങളില്ലേ അപ്പുറത്തുണ്ട്? 500 കുടുംബങ്ങളുണ്ട്. 500 കൂടുതൽ കുറയില്ല. ഇന്ന് രാവിലെ പണിക്ക് പോകാനും പാല് കൊണ്ട് കൊടുക്കാനൊക്കെ എങ്ങനെ പോയേ? വെള്ളത്തിൽ കൂടെ അരക്കി വെള്ളത്തിൽ. അപകടമല്ലേ? അപകടമാണ്. ഇത് തൊട്ടടുത്ത് പുഴയാണ്, കല്ലൂർ പുഴ. കല്ലൂർ പുഴ. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.